ഓപ്പോളെ, അതെ, ഞങ്ങൾക്കൊരു കാര്യം അറിയണം. ഈ കാര്യം മുത്തശ്ശൻ പറയുന്നു പറഞ്ഞ് ഓപ്പോൾ ഒഴിഞ്ഞു മാറരുത്. എന്താ ഇപ്പൊ ഇത്ര വലിയ കാര്യം? ACP ഇവിടെ വന്നത് എന്തിനാ? അതാണോ ഇപ്പൊ ഇത്ര വലിയ കാര്യം? ACP SI മാത്രമായിട്ട് ഇവിടെ വരണമെങ്കിൽ എന്തോ സീരിയസ് ആയ മാറ്റർ ആണല്ലോ. ഇതിനു മുന്നേ രണ്ടുപേരും ഇവിടെ മുത്തച്ഛനെ കാണാൻ വന്നിരുന്നല്ലോ. അന്നവര് വന്നത് പിടികിട്ടാപ്പുള്ളിയായ ഒരു പ്രതിയെ പറ്റി ചോദിച്ചറിയാനായിരുന്നല്ലോ. അപ്പൊ ഇത്തവണ അവര് വന്നത് അതേ പ്രതി അന്വേഷിച്ച് തന്നെയാണോ? പ്രതി എവിടെയുണ്ടെന്ന് മുത്തശ്ശൻ അവർക്ക് പറഞ്ഞു കൊടുക്കോ? ഇത്തവണ ഇന്ദ്രജിത്ത് വന്നിരിക്കുന്നത് അതിനല്ല. ഇന്ദ്രജിത്ത് ആദ്യമായിട്ട് ഇവിടെ വന്ന ദിവസം തന്നെ മുത്തശ്ശന് ഭയങ്കരമായിട്ട് ഇന്ദ്രജിത്തിനെ ഇഷ്ടപ്പെട്ടു. അപ്പൊ ACP വന്നിരിക്കുന്നത് വൃന്ദയ്ക്ക് കല്യാണം ആലോചിക്കാനാണോ? അതേ മോളെ. അതിനുവേണ്ടി തന്നെയാ ഞാൻ ഇന്ദ്രജിത്തിനെ ഇങ്ങോട്ട് വരുത്തിയത്. മുത്തശ്ശൻ എന്താ പറയുന്നേ? വൃന്ദയ്ക്കും ACPയും കല്യാണോ? അതെ, കല്യാണക്കാര്യത്തിന് വേണ്ടിയാ ഇന്ദ്രജിത്ത് ഇവിടെ വന്നിരിക്കുന്നത്. നിനക്ക് ACPയോട് അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കല്യാണം വരെ എത്തിയല്ലോ. എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഇതെന്താ നടക്കുന്നതെന്ന് എനിക്കറിയില്ല. മുത്തശ്ശൻ വൃന്ദയോട് പറഞ്ഞോളാന്ന് പറഞ്ഞോണ്ടാ ഞാൻ ഇതേപ്പറ്റിയൊന്നും പറയാതിരുന്നത്. മോളെ, ഞാനും അയാളുടെ ഇല്ലത്തുള്ളവരും തമ്മില് ഫോണിൽ ഈ വിവാഹാലോചനയെ പറ്റി സംസാരിച്ചിരുന്നു. അവർക്കും വലിയ താല്പര്യമാ. പിന്നെ നീയും ഇന്ദ്രജിത്തും തമ്മിൽ നല്ല പരിചയമാണല്ലോ. മുത്തശ്ശൻ ACPക്ക് വാക്ക് കൊടുത്തോ? ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. അതിനുള്ള സമയമായില്ലല്ലോ. ആലോചന നടക്കുന്നതല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക് ഒരു ചടങ്ങായിട്ട് പെണ്ണ് കാണല് നടക്കണമല്ലോ. നിന്നെ പെണ്ണ് കാണാനാ ഇന്ദ്രജിത്ത് വന്നിരിക്കുന്നത്. കല്യാണ കാര്യം കേട്ടപ്പോ മോൾക്കെന്താ ഒരു സന്തോഷം ഇല്ലാത്തത്? നിന്റെ മുഖത്തെന്തോ പ്രയാസമുണ്ടല്ലോ. എന്താ മോളെ അത്? ഒന്നുമില്ല. മുത്തശ്ശൻ പറഞ്ഞ കാര്യത്തെപ്പറ്റി ഞാൻ ആലോചിച്ചതാ. മോളെ, ഇന്ദ്രജിത്തിന് പോവാൻ തിടുക്കമുണ്ട്. അതിനു മുമ്പായിട്ട് പെണ്ണ് കാണൽ ചടങ്ങ് നടക്കണം. ശ്രീദേവി വേണ്ടത് ചെയ്യുക. ഇതാ മോളെ, ഈ സാരി ഉടുത്ത് നീ ഒരുങ്ങി വാ. നിങ്ങൾ എല്ലാവരും കൂടി ഇവിടെ ഒരുക്കി പെണ്ണ് കാണാനായിട്ട് കൂട്ടിക്കൊണ്ടുവാ. ഞാൻ ചായയും പലഹാരങ്ങളും എല്ലാം എടുത്തു വെക്കാം. എന്താലോചന നിക്ക? ഞാൻ അപ്പളേ പറഞ്ഞില്ലേ ഇത് കല്യാണാലോചനയാന്ന്. ACPക്ക് ഇവിടെ ഒരു നോട്ടമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും പെട്ടെന്ന് കല്യാണക്കാരായിട്ട് കലാശിക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല. കല്യാണം ഒരു വിധിയല്ലേ. മോളെ ചെല്ല്, പെട്ടെന്ന് ഒരുങ്ങി വാ. വാ, നമുക്ക് മുറിയിലേക്ക് പോവാം. ഇവളെ ഒരുക്കി ഇറക്കണ്ടേ? വാ. ഓപ്പോളെ, ഇവളെ ഒരുക്കി സെറ്റാക്കിക്കൊണ്ട് വരുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. വാ 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 വാ. പരദേവതകളെ, ഈ കല്യാണാലോചന മുടക്കൊന്നും കൂടാതെ നടന്നു കിട്ടണേ. ശരി സർ. സർ പരമാവധി ട്രൈ ചെയ്യുന്നുണ്ട് സർ. അതെല്ലാം ചെയ്യുന്നുണ്ട് സർ. ഞാൻ റിപ്പോർട്ട് അയക്കാം സർ. ഓക്കെ. ഇന്ദ്രജിത്ത് വന്നപ്പോ മുതൽ ഫോൺ കോളിന്റെ ബഹളമാണല്ലോ. ഡ്യൂട്ടിയിലല്ലെങ്കിലും ഡ്യൂട്ടി ചെയ്യേണ്ട അവസ്ഥയാണല്ലേ. ഞങ്ങൾ പോലീസുകാർക്ക് അവധിയൊന്നും ഇല്ലല്ലോ മുത്തശ്ശ. അവധി എന്നൊക്കെ പറയുന്നേ ഒരു പ്രഹസന.
ഇതിപ്പോ DGP ആണോ സാർ വിളിച്ചത്? ഒരു പിടികിട്ടാ പുള്ളി വലിയ തലവേദനയായിരിക്കും തിരുമേനി. ആ പ്രതിയുടെ കാര്യത്തിനാ ഞങ്ങൾ അന്നും വന്നു. ഇതുവരെ പ്രതിയെ കിട്ടിയിട്ടില്ല. ആ പ്രതി എവിടെയാണെന്നും അറിയില്ല. മുത്തശ്ശ, വൃന്ദയോട് സംസാരിച്ചോ? ആ, ഞാൻ സംസാരിച്ചു. അവൾക്ക് എതിർപ്പൊന്നുമില്ല. താല്പര്യമുള്ളതുപോലെയാ തോന്നിയത്. സാറിന് ഇവിടുത്തെ കുട്ടിയെ ഇഷ്ടപ്പെടാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവരെ ഒരുമിച്ച് എപ്പോ കണ്ടാലും നല്ല ചേർച്ചയാണ്. മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഇവര് തമ്മിൽ സംസാരിക്കുന്ന കണ്ടാൽ തമ്മിൽ പ്രേമമാണെന്ന് തോന്നിയില്ല. പ്രേമമാണെന്ന് കല്യാണത്തോട് നടത്തപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലായത്. മതി, ഓവറാക്കണ്ട. വായ്മച്ചുണ്ടടങ്ങിയിരിക്കെ. ഇവിടെ ഞങ്ങൾക്കും ഇതേ ചിന്തയുണ്ടായി. ഹോം സെക്രട്ടറിയാ, ഞാനിപ്പോ വരാം. ആയിക്കോട്ടെ. ആ സർ. ഹോം സെക്രട്ടറിയിൽ നിന്നും സാറിന് നല്ല വഴക്കിട്ട സാധ്യതയുണ്ട്. ആ പ്രതിയുടെ പ്രശ്നം തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ആരെ വന്ന പ്രതിയാണ് തിരുമേനി പ്രധാന ഇഷ്യൂ. ആ പ്രതി കാരണം എത്രയോ നാളായി സാർ മാനസിക സംഘർഷത്തില്. ഉം. മന്ത്രി മുതൽ താഴോട്ട് എത്ര പേരുടെ തെരുവിളിയാ ഓരോ ദിവസവും കേൾക്കേണ്ടി വരുന്നത്. തിരുമേനി മനസ്സ് വെച്ച് ആ പ്രതിയെ പിടിക്കാൻ സഹായിച്ചാൽ വലിയ ഉപകാരമായിരുന്നു. എല്ലാറ്റിനും അതിൻ്റെതായ സമയമുണ്ട്. ആ സമയമാവുമ്പോ അതെല്ലാം തടസ്സമില്ലാതെ നടക്കും.